കുഞ്ഞുങ്ങളിലെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ എന്താണ് ചെയ്യുക? എല്ലാ പേരൻസിന്റെയും ഒരു കൺസേൺ ആണ് അല്ലെ. ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളൊക്കെ കളിച്ചിരുന്ന അല്ലെ പഠിച്ചിരുന്ന കാലത്ത് നമുക്കൊക്കെ സ്ക്രീൻ ഉണ്ടായിരുന്നോ? അപ്പൊ അന്നൊക്കെ നമുക്ക് കൂട്ടുകാരുണ്ടായിരുന്നു അല്ലെ. നമ്മൾ പുറത്തുപോയി കുട്ടികളായിട്ട് തന്നെയാണ് കളിച്ചിരുന്നത്. ഓടിച്ചാടി കളിക്കുക, പുറത്തു പോവുക, ഔട്ട്ഡോർ ഗെയിംസ്, ഇതെല്ലാം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ കൂടുതൽ ഉള്ളിൽ തന്നെയാണ്. അവര് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ സ്ക്രീൻ ടച്ച് ആണ്. ഒരു മൊബൈൽ ഫോണുകള്, ലാപ്ടോപ്പുകള്, അവര് ഗാഡ്ജറ്റ്സ് ആയിട്ടൊക്കെ എത്രയോ നേരത്തെയാണ് അവർ എക്സ്പോസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങള് ഫുൾ ടൈം സ്ക്രീനിലാണ്. അതുപോലെ പേരൻസ് വളരെയധികം ബിസിയാണ്. കുഞ്ഞുങ്ങളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവരായിട്ട് ഒരു കളികളിലൊന്നും ഏർപ്പെടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം, ഇപ്പോഴത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ സംസാര വൈകല്യം, സ്പീച്ച് ഡിലേ വളരെ കോമൺ ആണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയും, അവർക്ക് പഠന വൈകല്യങ്ങൾ കുറെ കുട്ടികൾക്ക് കൂടുതലാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധ കുറവ്, ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല, കുറച്ച് സമയം പോലും അവർ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് മിക്ക പേരൻസും വന്ന് പറയാറുണ്ട്. അപ്പോ ഇതിന്റെയൊക്കെ കാരണം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിശക്തി കുറവില്ലാത്തല്ല, അവരുടെ ബ്രെയിനിലെ കണക്ഷൻസ്, ബ്രെയിൻ പാത്വേസ് ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ബ്രെയിൻ പാത്വേസ് ഡെവലപ്പ് ആവുന്നത് എങ്ങനെയാണ്? നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് എൻഗേജ്ഡ് ആവുക, അവരായിട്ട് കളിക്കുക, അവരായിട്ട് സംസാരിക്കുക. നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് അല്ല അവിടെ കാര്യം. നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യണം, സംസാരിക്കുക, പാട്ട് പാടുക, അതുപോലെ കൈകൊട്ടുക. അവരുടെ ഡെവലപ്മെന്റിൽ നിങ്ങൾ മാക്സിമം കൂടുതൽ അവരെ എൻകറേജ് ചെയ്യുക, അവരെ സംസാരിക്കാൻ. നമ്മൾ സംസാരിക്കുമ്പോഴാണ് അവർ റെസിപ്രോക്കേറ്റ് ചെയ്ത് നമ്മളോട് തിരിച്ച് സംസാരിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വയറിംഗ് അല്ലെങ്കിൽ ബ്രെയിൻ പാത്വേസ് ഒക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ പതുക്കെ അവർക്ക് സ്ക്രീൻ വേണ്ടാന്ന് തന്നെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുട്ടികൾക്ക് ഒരിക്കലും ഒരു പെർഫെക്റ്റ് പേരന്റിനെ അല്ല വേണ്ടത്, അവർക്ക് ഒരു പ്രസന്റ് പേരന്റിനെയാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ പ്രസന്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഇമോഷണൽ ബോണ്ട് ഡെവലപ്പ് ചെയ്യാനും അത് വളരെയധികം സഹായിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇന്നത്തെ ജനറേഷനിൽ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണുന്നത് വരെ.